റെയിൽവേ ഭൂമിയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ധാരണയായി. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം അറിയിക്കാം എന്നാണ് റെയിൽവേയുടെ പ്രതിനിധി പറഞ്ഞത്. ഷഫീദ് റാവത്തർ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, നേരത്തെ ഒക്കെ നടക്കാതെ പോയ തീരുമാനം പോലെയല്ല ഇതൊന്ന് പ്രതീക്ഷിക്കാവോ? കശ്മീർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഇതിന് വകയുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് വിളിച്ചൊരു അടിയന്തര യോഗമാണ്. ഇന്ന് രാവിലെ 11:30-ക്കാണ് ഓൺലൈനായിട്ട് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ 7 വകുപ്പുകളുടെ മന്ത്രിമാരും അതേപോലെ തന്നെ റെയിൽവേ ഡിവിഷണൽ മാനേജറും മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ 117 മീറ്റർ പരിധിയിലുള്ള റെയിൽവേ ടണൽ അടക്കമുള്ള സ്ഥലത്തെ മാലിന്യം നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ ഡിവിഷണൽ മാനേജർ മനീഷ് തപ്ലിയാലാണ് ഇക്കാര്യം മുഖ്യമന്ത്രി അല്ലെങ്കിൽ യോഗത്തിൽ അറിയിച്ചത്. മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനമായി. പോലീസിന്റെയും കോർപ്പറേഷന്റെയും നിരീക്ഷണ സംവിധാനം കർശനമാക്കും. അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും. ഇക്കാര്യത്തിൽ ഓഡിറ്റിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും നിലവിൽ ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ആമയിഴഞ്ചാൻ തോട്ടിലെ റെയിൽവേ പരിധിയിലുള്ള ടണലിൽ വീണ് മരിച്ച എൻ ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം നൽകണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി റെയിൽവേയോട് ആവശ്യപ്പെട്ടു. മേലധികാരികളോട് ചോദിച്ചിട്ട് മറുപടി നൽകാമെന്ന DRM മനീഷ് തപ്ലിയാൽ ഈ യോഗത്തിൽ പറയുകയും ചെയ്തു. അക്കാര്യത്തിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അത് ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ഹഷ്മി. ഓക്കെ, ഷഫീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിയത്. റെയിൽവേ ഭൂമിയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യും എന്നറിയിക്കുകയാണ് റെയിൽവേ. അതോടൊപ്പം ഈ വിഷയത്തിൽ നടപടി കർശനമാക്കാൻ തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വിളിച്ച അവലോകന യോഗം.